കേരളം ഒരു തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിലെ NDA സ്ഥാനാർത്ഥിയായ പ്രകാശ് വടക്കേമുറിയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. പൊതുപ്രവർത്തന രംഗത്ത് ജനകീയനായ പ്രകാശ് വടക്കേമുറിയുടെ മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലെ ഗ്രാമപഞ്ചായത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ ടൗൺ വാർഡിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് മല്ലപ്പള്ളിയെക്കുറിച്ച് കാണുന്ന സ്വപ്നങ്ങൾ? അതേപോലെ തുടർച്ചയായ 3 തവണ ജനപ്രതിനിധിയായിട്ട് നിന്നല്ലോ. എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം 3 ടൈം തുടർച്ചയായിട്ട് ജനപ്രതിയായിട്ടുള്ള ഈ മല്ലപ്പള്ളിയിൽ ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിയായി കഴിയാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം പൂർണ്ണമായും അത് നിറവേറ്റുവാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. വീണ്ടും ഈ പ്രാവശ്യം മല്ലപ്പള്ളി ടൗണിൽ ജനവിധി തേടുകയാണ്. ഈ പ്രാവശ്യം NDA സംബന്ധിച്ചിടത്തോളം മല്ലപ്പള്ളി പഞ്ചായത്തിൽ അധികാരത്തിലെത്തും എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയെയും NDAയും അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും NDAയ്ക്കൊപ്പം അണിനിരന്ന് മല്ലപ്പള്ളി പഞ്ചായത്തിൻ്റെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസനത്തിന് NDAയ്ക്കൊപ്പം ഈ നാട്ടിലെ ജനങ്ങൾ കൂടെ ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇതൊക്കെ ഒരു വികസനങ്ങളാണ്. ഒരു നമ്മുടെ പട്ടണത്തിന് പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പരിഹരിക്കപ്പെടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. ഒന്നാമതൊരു ട്രാഫിക്ക്, അതുപോലെ ഇപ്പം നമുക്ക് ഗതാഗതത്തിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, റോഡുകളുടെ ആയിക്കോട്ടെ, കുടിവെള്ളം, അങ്ങനെ പലവിധ ഒരു ഗ്രാമത്തിന് മാത്രമല്ല പട്ടണത്തിനും കൂടെ ഒരു പ്രാമുഖ്യമുള്ള വ്യവസായ സ്ഥാപനങ്ങളുടെ പുരോഗതി. അപ്പം എങ്ങനെയൊക്കെയാണ് ഇതിനെയൊക്കെ ഒന്ന് നോക്കിക്കാണുന്നത് ഒരു പ്രതിനിധി എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ? തീർച്ചയായിട്ടും മല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പൊതുസമൂഹം ഇന്ന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മല്ലപ്പള്ളി ടൗണിലെ ഗതാഗതക്കുരുക്കും അല്ലെങ്കിൽ സ്ഥലപരിമിതിയാണ് ഇന്ന് ഏറ്റവും ടൗൺ വീർപ്പുമുട്ടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കുക എന്നുള്ളതാണ് മല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യം. വീക്ഷണത്തോടുകൂടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അതിലൂടെ മല്ലപ്പള്ളിയുടെ മുഖച്ഛായ മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ആശംസകളും നേരുന്നു. സന്തോഷം. ഓക്കെ.